നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് വന്നു, മെസ്സേജ് വരും, നിങ്ങൾ നന്നായി ജാഗ്രത പാലിച്ചോളൂ, ഇല്ലെങ്കിൽ ഇപ്പം പിടിക്കും, അല്ലെങ്കിൽ കുറേ പേര് പറയുന്നത് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ പടി തീരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അയ്യോ ഞങ്ങൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം, ഇപ്പം നമ്മൾ നാട്ടിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ട് ദുബായിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇട്ടിട്ട് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടുമെന്ന് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൂമേഴ്സ് ആണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഇതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ നാട്ടിലും റൂൾസ് ഉണ്ട്, ദുബായിൽ റൂൾസ് ഇല്ലേ, ആ റൂൾസ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നും. അതായത് നമ്മൾ ദുബായ് റെസിഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു NRO അക്കൗണ്ട് വേണം. ഓക്കെ, നമ്മളത് ഇന്ത്യക്കാരനാണ്, പക്ഷെ നമ്മൾ ദുബായിൽ വന്ന് ജോലി ചെയ്ത് നമുക്ക് ഇൻകം ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ദുബായ് റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു NRO അക്കൗണ്ട് വേണം. അത് ത്രൂ വേണം നമുക്ക് ടാക്സ് കാര്യങ്ങളില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടുത്തെ റെസിഡന്റ് ദുബായിലായിട്ടും നാട്ടിലൊരു സേവിങ്സ് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് പിടിവീഴും. നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ദുബായിൽ വന്ന് ഇത്ര ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ സേവിങ്സ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ വേണം. നമ്മളൊരു NRO അക്കൗണ്ട് ഓഫ് കോഴ്സ് തുറന്നിരിക്കണം. ഇതില്ലാത്തവർ എന്തായാലും നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നാട്ടിലത്തെ റൂൾസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഫൈനോ പിഴയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നാട്ടിൽ നിന്ന് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം പാൻ കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഇത് അവിടുത്തെ സിസ്റ്റത്തിൽ പതിയുകയും ചെയ്യും. നമ്മൾ എത്ര ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ ഡിസംബർ 31 മുന്നേ നമ്മൾക്ക് അസറ്റ് ഉള്ളത് ബോധിപ്പിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് എതിരെ നോട്ടീസും ഫൈനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ദുബായിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 182 ദിവസത്തിൽ മേലെ നാട്ടിൽ പോയി നിങ്ങൾ നിന്നാൽ മാത്രമാണ് നാട്ടിലത്തെ ഇൻകം ടാക്സിലത്തെ കാര്യങ്ങളുമായി നിങ്ങൾ സഹകരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ദുബായ് റെസിഡന്റ് ആണ്, ഇവിടുത്തെ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു NRO അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ 182 ദിവസത്തിന് മുകളിൽ നാട്ടിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി യാതൊരു വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം, റിട്ടേൺസ് എടുക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിങ്ങൾ